മലപ്പുറത്ത് തുവൂരിൽ ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കെ ട്രാക്കിലേക്ക് സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണു. തുവൂർ കമാനം മേൽപ്പാലത്തിന്റെ ഭിത്തിയാണ് തകർന്നു വീണത്. ആർക്കും പരിക്കില്ല. നിലമ്പൂർ ഷൊർണൂർ പാതയിൽ ട്രെയിൻ ഗതാഗതം മുടങ്ങിയിട്ടുണ്ട്. മുബഷിപ്പി അക്ബറുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. മുബഷീറ, വലിയൊരു അപകടമാണല്ലോ ഒഴിവായതല്ലേ? തീർച്ചയായും അരുൺകുമാർ, വലിയൊരു അപകടം. തലനാടിലേക്കാണ് വലിയൊരു അപകടം ഒഴിവായിരിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറപ്പെട്ട മെമു ട്രെയിനിന്റെ ഒരു ഭാഗത്തേക്കാണ് ഈ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീഴുന്നത്, മണ്ണിടിഞ്ഞു വീഴുന്നത്. അതായത് ഇന്ന് പുലർച്ചെ 3 മണിക്കാണ് മെമു നിലമ്പൂരിൽ നിന്നും പുറപ്പെടുന്നത്. നിലമ്പൂരിൽ നിന്ന് പുറപ്പെട്ട് ഏകദേശം 3:30 ആയപ്പോഴാണ് ഈ തുവൂർ എന്ന് പറയുന്ന മേഖലയിലേക്ക് എത്തുന്നത്. തുവൂർ എന്ന് പറയുന്ന മേഖലയിലൂടെ ട്രെയിൻ കടന്നു പോകുന്ന സമയത്താണ് ഈ ട്രെയിൻ പാതയുടെ മുകൾ ഭാഗത്തുണ്ടായിരുന്ന സംരക്ഷണ ഭിത്തി, അതായത് അതിന്റെ മുകളിൽ പാണ്ടിക്കാട് ഉൾപ്പെടെയുള്ള മേഖലകളിലേക്ക് കടന്നു പോകുന്നതിന് വേണ്ടിയുള്ള റോഡാണ്. ആ റോഡിനോട് ചേർന്ന് നിർമ്മിച്ചിരിക്കുന്ന റെയിൽ പാതയുടെ മുകളിലുള്ള സംരക്ഷണ ഭിത്തിയുടെ ഒരു ഭാഗമാണ് പൂർണ്ണമായിട്ടും താഴെ കടന്നു വീഴുന്നത്. ഇതിലേറ്റവും ഭാഗ്യമായിട്ടുള്ള കാര്യം, ആളുകൾക്കൊന്നും തന്നെ പരിക്ക് സംഭവിച്ചിട്ടില്ല. ട്രെയിൻ പാതയുടെ ഒരു ഭാഗത്തേക്കാണ് മണ്ണിടിഞ്ഞ് വീണത്. അതുമൂലം അവിടെ ഏറെ നേരമായിട്ട് ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ താൽക്കാലികമായിട്ട് മണ്ണ് നീക്കി ഈ മെമു ട്രെയിൻ തിരിച്ച് നിലമ്പൂരിലേക്ക് തന്നെ കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ അവിടെ ഇനി 7 മണിയൊക്കെ തന്നെ കഴിഞ്ഞിരിക്കുന്നു. മറ്റു ട്രെയിനുകളൊക്കെ തന്നെ ഷൊർണൂർ മേഖലയിലേക്ക് കടന്നു പോകേണ്ടതുണ്ട്. നിലമ്പൂരിൽ നിന്നും അങ്ങോട്ടും തിരിച്ച് ഷൊർണൂരിൽ നിന്നും ഇങ്ങോട്ടേക്കും ട്രെയിനുകൾ നിരവധി വരാനുണ്ട്. സ്വാഭാവികമായിട്ടും ഈ മണ്ണ് പൂർണ്ണമായിട്ടും ഈ റെയിൽവേ പാതയിൽ നിന്നും മാറ്റിയാൽ മാത്രമേ റെയിൽവേ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ സാധിക്കൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അരുൺകുമാർ, ഓക്കെ, താങ്ക് യു മുബഷീറാണ് വിവരങ്ങൾ നൽകിയത്. പ്രിയ പ്രേക്ഷകരെ, സമയം 7 മണി കഴിഞ്ഞ് 49 മിനിറ്റ് ആയിരിക്കുന്നു. മറ്റു ചില വളരെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് പോകണം. നമുക്കൊരു ചെറിയ ഇടവേള എടുത്ത് വളരെ പെട്ടെന്ന് തിരിച്ചു വരാം.